ഈ വിവാഹം വേണ്ടെന്ന് മാഡം തീരുമാനിച്ചാൽ വർമ്മ സാറിനെ ബോധ്യപ്പെടുത്തി ഇത് ഒഴിവാക്കാന്ന് ഞാൻ മുൻപേ പറഞ്ഞതാണ്. അന്ന് മാഡം അത് അനുസരിച്ചില്ല. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം? എന്റെ ഇഷ്ടത്തെ നിഷ്കരണം തള്ളിക്കളഞ്ഞ രാജുവിനോടുള്ള ദേഷ്യമായിരുന്നു ഈ കല്യാണത്തിന് സമ്മതിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പിന്നെന്താ ഇപ്പോ ഇങ്ങനൊരു മനമാറ്റം? ചില പുതിയ അറിവുകൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുതിയൊരാൾ, ആളിന്റെ ഉപദേശം അതുകൂടി കേട്ടപ്പോ ഈ വിവാഹം ആത്മഹത്യക്ക് തുല്യമാണെന്ന് എനിക്ക് ബോധ്യമായി. നന്നായി. ആരുടെ ഉപദേശം കൊണ്ടാണെങ്കിലും മാഡം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. വർമ്മ സാറിനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. നമുക്ക് തിരികെ വീട്ടിലേക്ക് പോ. ഇല്ല രാജു, ഇതിനകം ഞാൻ ഒളിച്ചോടിയത് വാർത്തയായി കാണും. അതിന്റെ അപമാനം അച്ഛനെ ഉലച്ചിട്ടുണ്ടാവും. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ തിരികെ വീട്ടിൽ ചെന്ന് കയറിയ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. വീട്ടിലേക്ക് അല്ലാതെ വേറെ എവിടെ പോവാനാ? മാഡം എന്റെ കൂടെ വന്നാ മതി. മാഡം ബാക്കിയൊക്കെ എനിക്ക് വിട്. എന്നെ വിശ്വസിക്കും മാഡം. രാജുവിനെ എനിക്ക് 100 വട്ടം വിശ്വാസ. എങ്കിലും ചിലത് തീരുമാനിക്കാനുണ്ട്. എനിക്കൊന്ന് ആലോചിക്കണം. മാഡം ഒന്ന് സമാധാനപ്പെട. ഞാൻ ജംഗ്ഷനിൽ പോയി വെള്ളം മേടിച്ചോണ്ടിരാം. അവര് വന്നു. സമയം അകത്തോട്ടിരിക്കാം. വരൂ, അകത്തേക്ക് വരൂ. മാമോനെ, മോളെ രമ്യ. രാധമ്മ ചെല്ല്, ഞാൻ വന്നോളാം. രാജുവിനെ കണ്ടില്ലല്ലോ. എവിടെ രാജു? അവനിവിടെ ഉണ്ടായിരുന്നു. രാവിലെ എല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ട് വന്നതാ. അപ്പോഴാ ആരോ വിളിച്ചത്. വണ്ടി എടുത്തോട്ട് പുറത്തോട്ട് പോയി. ഇപ്പൊ വരുമായിരിക്കും. ഞാൻ കൊറേ നേരമായിട്ട് വിളിക്കുന്നു, പക്ഷെ എടുക്കുന്നില്ല. എവിടേക്കാ പോയത്? എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഋതിക മാഡത്തിനൊന്ന് കല്യാണമാണല്ലോ. അവിടെ എന്തെങ്കിലും വിളിച്ചിട്ട് പോകാനേ സാധ്യതയുള്ളൂ. ഇവിടെ രാജു ഉണ്ടാവണമെന്ന് വർമ്മ സാറിനും അറിയാവുന്നതല്ലേ? എന്നിട്ടും എനിക്കറിയില്ല കേട്ടോ. വർമ്മ സാറിന്റെ അവിടെ പോയതാണോന്ന് ഉറപ്പില്ല. ദാ വരുതെന്ന് പറഞ്ഞു പോയതാ. മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ. അതിനു മുമ്പ് അവ ഇങ്ങോട്ട് വരും. മോളെയല്ലേ? ആ ചെല്ലു. അതെ, ഞാൻ കൊറേ നേരമായിട്ട് അന്വേഷിച്ച് നടക്ക. എവിടാ? ആരുടെ കാര്യം നീ ചോദിക്കുന്നേ? ആരുടെ കാര്യമായിരിക്കും ഞാൻ ചോദിക്ക? നിന്റെ അവൻ രാജു, അവൻ എവിടെ? ഞാനും അതാ നോക്കുന്നത്. അങ്കിളിനോട് ചോദിച്ചപ്പോ പുറത്തെങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. വർമ്മ സാറിന്റെ മോൾക്കും ഇന്നാണേ കല്യാണം. അവിടെയോ മറ്റോ പോയോന്ന് സംശയമുണ്ട്. സ്വന്തം പെങ്ങടെ കല്യാണം നടക്കുന്നതിനിടയിലും വർമ്മ സാറിന്റെ മോളുടെ കാര്യം അന്വേഷിക്കാതെ അവന് സമാധാനം വരില്ലേ? ഇക്കണക്കിന് സ്വന്തം കല്യാണത്തിന്റെ ഇടയിൽ വർമ്മ സാറ് വിളിച്ച താലി കെട്ടാൻ നിൽക്കാതെ അവനങ്ങ് ഓടുമല്ലോടി. അന്ന് താലിക്കൊപ്പേ ഞാനൊരു തൊടലും കൂടി കൊണ്ടുവരും. കഴുത്തി കൊളുത്തിട്ട് എന്റെ അരയിൽ കൊളുത്തിയിടും. കൂട്ടിയിടുന്നത് തന്നെയാ നല്ലത്. ഇക്കാലത്ത് പയ്യന്മാരെയൊന്നും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് കള. ദേ, രാജുവിനെ നീ പറഞ്ഞ പയ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. തങ്കോ, തനി തങ്കം. പിന്നെ ഊണ് കഴിച്ചിട്ടേ പോവാവൂ. അതിന് നിന്റെ റിക്വസ്റ്റ് ഒന്നും വേണ്ട കുട്ടി. ഊണ് കഴിക്കാനാ വന്നേ, കഴിച്ചിട്ടേ പോവൂ. മുഹൂർത്ത സമയം അടുത്തിട്ട് എന്താ?
കല്യാണത്തിന് ഒരു തിക്കും തിരക്കും കാണുന്നില്ലല്ലോ. എന്താ ഇനി ഈ കല്യാണം മുടങ്ങുന്ന അവസ്ഥയിലാണോ? ഏയ് ഇതിനെ ആര് വിചാരിച്ചാലും മുടങ്ങില്ല. കാരണം സ്വന്തം മരുമോൻ തന്നെയല്ലേ കെട്ടുന്നത്. അത് ശരിയാ. കുടുംബത്തിൽ തന്നെ നടക്കുന്ന കല്യാണം ആര് മുടക്കാണ്? പ്രതാപ, നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന എങ്ങനെയാ? ആളുകൾ അതും ഇതും പറഞ്ഞു തുടങ്ങി. ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പേര് മോശമാകും. എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും ഇവളിത് എവിടെ പോയി? പ്രതാപ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലാകും നിന്റെ അവസ്ഥ. ഇനി അവളുടെ അമ്മയുടെ അടുത്തെങ്ങാനും. ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഇനി എനിക്ക് അങ്ങനെ ഒരു മകൾ ഇല്ലെന്ന് ഞാൻ കരുതും. അങ്ങനെ ഒരു അപമാനം താങ്ങാൻ എനിക്കാവില്ല. രാജു, ഈ ഒരു സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രാജു, ഈ ഒരു സാഹചര്യത്തിലും നീ തന്നെ എന്നെ രക്ഷിച്ചേ. സാർ, എടി, എവിടേക്കടി ഈ സമയത്തൊരു ഒളിച്ചോട്ടം? നീ എവിടേക്ക് ഒളിച്ചോടിയാലും ഇന്ന് നിന്റെ കല്യാണം ദീപക്കുമായി ഞാൻ നടത്തും. അതിനി എവിടെ വെച്ചാണെങ്കിലും. വാ, വരാൻ. എന്താടി, നിനക്കിനിയും മതിയായില്ലേ? എല്ലാവരുടെ മുന്നിൽ കുടുംബത്തിന്റെയും പ്രതാപന്റെ മാനം കളഞ്ഞിട്ട് ഇനിയും നിനക്ക് അഹങ്കാരം തീർന്നില്ലേ? നിന്നെ ഞാൻ അത് വേണ്ട അമ്മിക മാഡം. വെറുതെ ആളുകളുടെ മുന്നിൽ വെച്ച്. ഋതിക മാഡം ആരുടെയും കൂടെ ഒളിച്ചോടി പോയതല്ല. നിങ്ങളുടെ മകന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോയതാ. എന്റെ മകൻ എന്താടാ കുറവ്? സൗന്ദര്യമില്ലേ? കുടുംബ മഹിമയില്ലേ? പോരാത്തതിനെ അവൻ പഠിച്ചത് അമേരിക്കയിലാ. ഇതീ കുടിൽ ഇവക്ക് എന്താടാ വേണ്ടത്? ഒന്നും അവന് കുറവില്ല അംബിക മാഡം, എല്ലാം അവന് കൂടുതലാ. എല്ലാം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അവന് ചില ക്വാളിറ്റികളും കൂടുതലുണ്ട്. ആ ക്വാളിറ്റികൾ പൊതുസമൂഹത്തില് പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞു, എന്തും പറഞ്ഞു. നിനക്ക് അതിനുള്ള അവകാശവും അധികാരവും നീ എല്ലാവരെയും സുഖിപ്പിച്ച് സാധിച്ചു വച്ചിട്ടുണ്ടല്ലോ. നിനക്കറിയാം മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നല്ല പിള്ള ചമയണമെന്നും എന്റെ മകനെ എങ്ങനെ കൊള്ളരുതാത്തവനായി കാണിക്കണമെന്നും. രാജു പറഞ്ഞതൊക്കെ നേര്. ഇവിടെ നടന്ന പല കഥകളുടെയും യഥാർത്ഥ അവസ്ഥ രാജുവിനെ പോലെ എനിക്കും അറിയാവുന്നതാ. ഇങ്ങോട്ട് വാടി. ദീപക്കുമായുള്ള നിന്റെ വിവാഹം എന്റെ അനിയൻ പ്രതാപൻ പറഞ്ഞുറപ്പിച്ചതാണെങ്കിൽ
അത് നടക്കണം. നടത്തും ഞാൻ. ഓടി ഇങ്ങോട്ട്. നടക്ക. അതിലിരിക്കും. ഇരിക്കും. എന്താടി ഇത്? കല്യാണത്തിന് മുൻപ് എന്തിനാ ഈ താലി കെട്ടിയതെന്ന് പറയടി. ആരാ ഇത് കെട്ടിയതെന്ന്? താലി എന്താ തമാശ കളിയാ? നിന്നോടല്ലേ പറഞ്ഞത്? കൈ വിടേ. തൊട്ടുപോരുത്. അതെ, ഇത് താലി തന്നെയാ. എനിക്കിത് ഒരിക്കലും ഒരു എനിക്കാകില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ നിന്നും പോയത്. ആരാടി നിന്നെ താലി കെട്ടിയ ആ മഹാൻ? പറയടി. ഇതാണ് അയാൾ. ഇവനെ സൂക്ഷിക്കണം, സൂക്ഷിക്കണമെന്ന്. അയ്യോ സർ, അന്നൊക്കെ ഇവന്റെ മാഹാത്മ്യം പറഞ്ഞ് നീ എന്റെ വായ അടപ്പിച്ചു. അയ്യോ മാഡം, ഇനിയിപ്പോ നിനക്ക് എന്താ പറയാനുള്ളത്? ഋതിക മാഡം, എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊരു തമാശയല്ല. അതേടാ, ഇത് നീ പറഞ്ഞു കൊടുത്ത പുതിയ നാടകമായിരിക്കും. എന്തിനാടാ എന്റെ അനിയന്റെ കൂടെ നടന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പ്രതാപൻ നല്ലത് മാത്രമല്ലേ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. സ്വന്തം കുടുംബത്തിനേക്കാൾ നിനക്കാ അവൻ എല്ലായിടത്തും മുൻഗണന തന്നിട്ടുള്ളത്. അയ്യോ മാഡം, അവനൊരു പാവമായതുകൊണ്ടേ അറിഞ്ഞില്ല ഇതുവരെ പാല് കൊടുത്ത് വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെയാണെന്ന്.
വരം കിട്ടിയപ്പോ നീ അവനെ തിരിച്ചു അടിച്ചു. അംബിക മേഡം, അവസരം മുതലെടുത്ത് വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ ഒരിക്കലും സാറിനെ വഞ്ചിക്കുന്നതായിട്ട് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അവിടെയാണ് നിന്റെ മിടുക്ക്. ഒരു കുഞ്ഞിന് പോലും സംശയം ഉണ്ടാകാതെ അമ്മാവന്റെ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റാൻ ഇവൻ കണ്ടുപിടിച്ച മാസ്റ്റർ പ്ലാൻ ആയിരിക്കും ഈ താലിക്കഥ. എടാ, അനാവശ്യം പറയുന്നടാ. നിർത്തേ. സർ, ഇതെല്ലാം നുണയാണ്. നിനക്ക് നിന്റെ ഭാര്യയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോവാം. ഇനി എന്റെ കൺമുന്നിൽ വരരുത്. ജീവിതത്തിലും സർ, മേഡം ഇറങ്ങ. ഋതിക മേഡം, എന്നോടിത് വേണ്ടായിരുന്നു. വല്ലത്ത ചതിയായി പോയി. എന്തിനാ താലി കെട്ടിയത് ഞാനാണോ പറഞ്ഞത്? എന്താവശ്യത്തിന് ഇങ്ങനെ ഒരു നുണ? രാജു അവിടെ കണ്ടതല്ലേ. അന്നേരം ഞാൻ നുണ പറയാതിരുന്നെങ്കിൽ ഇപ്പോ എന്റെ കഴുത്തില് ദീപകിന്റെ താലി ഉണ്ടാവുമായിരുന്നു. അതൊഴിവായില്ലേ? ഈ താലി ഇതെവിടെ കിട്ടി? നേരത്തെ വാങ്ങി വെച്ചിരുന്നോ? താലി വാങ്ങിയത് ഞാനൊന്നുമല്ല. ആര് വാങ്ങിയെന്നോ എനിക്കറിയില്ല. ഈ താലി രാജുവിന്റെ. എന്റെ താലി? രാജുവിന്റെ കർച്ചീഫിൽ നിന്ന് കിട്ടിയത്. എന്റെ കർച്ചീഫിന്നോ? അതെ, രാജുവിന്റെ കർച്ചീഫിനുള്ളിൽ നിന്ന്. നേരത്തെ രാജു വെള്ളം വാങ്ങാൻ പോയില്ലേ? മേഡം ഒന്ന് സമാധാനപ്പെട. ഞാൻ ജംഗ്ഷനിൽ പോയി വെള്ളം മേടിച്ചോണ്ടിരാം. അങ്ങനെയാ ഈ താലി എന്റെ കഴുത്തിൽ വന്നത്. ഈശ്വര, ഇത്
ശ്രീക്ക് കെട്ടാനുള്ള താലിയാ. ഉഫ്. ഇനി ഇതെങ്ങനെ അവൾക്ക് കൊടുക്കും? അത് തെറ്റായി പോയല്ലേ? പിന്നെ തെറ്റല്ലേ? തട്ടാൻ അവൾക്ക് വേണ്ടി ഒരുക്കിയ താലി മറ്റൊരാള് അവൾ അറിയാതെ, ആരും അറിയാതെ ധരിക്കാന്ന് വെച്ചാ? അയക്കണോ? ഏയ് വേണ്ട. സ്വയം കിട്ടിയതാണെങ്കിലും താലിയല്ലേ, അതഴിച്ചു കളയണ്ട. അശുഭ സൂചന അത്. ഞാനിനി എന്താ ചെയ്യാ? വർമ്മ സാറിന്റെയും അവിടെയുള്ള മറ്റുള്ളവരുടെയൊക്കെ കണ്ണില് ഈ താലി ഞാൻ കിട്ടിയതാ എന്നുവെച്ചാ ഋതിക മേഡത്തിന്റെ സംരക്ഷണം ഇനി മുതൽ എന്റെ ചുമതലയാ. അത് ഞാൻ ഏറ്റെടുക്കുന്നു.